നമസ്കാരം. ഞാൻ മീനാക്ഷി ആർ മൂസത്, ലൈഫ് കോച്ച് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ കോച്ച്. ഇന്ന് സെൽഫ് ലവിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ നമുക്ക് തന്നെ വാല്യൂ കൊടുക്കുന്ന അവസ്ഥയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായി നമ്മളെ കമ്പാരിസൺ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നമുക്കൊരിക്കലും മനസ്സമാധാനം കിട്ടില്ല. നീ കറുത്തിട്ടാണ്, പല്ലുന്തിയതാണ്, തടിച്ചിയാണ് എന്നിങ്ങനെ പറയുന്നത് കേട്ട് വളർന്ന ഒരു കുട്ടിക്ക് അവൻ്റെ മനസ്സിൽ 8 വയസ്സ് വരെ സബ് കോൺഷ്യസ് മൈൻഡ് മാത്രമാണ് ആക്റ്റീവായിരിക്കുന്നത്. അവരുടെ കോമ്പറ്റീഷൻ മൈൻഡ് സെറ്റ് വളർത്തരുത്. അസൂയയും കുശുമ്പും ഉണ്ടാവരുത്. മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷത്തിലും നമ്മൾ സന്തോഷിക്കുകയും നന്ദി പറയുകയുമാണ് ചെയ്യേണ്ടത്. എന്നാൽ ആ സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്കും വരും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുക്കാൻ പോയാൽ നമുക്ക് വിഷമങ്ങൾ വരും. അതിന് നമ്മുടെ മനസ്സ് ശ്രദ്ധിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കാത്ത ടോക്സിറ്റീവായ ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. എപ്പോഴും നമ്മളെ മുൻപന്തിയിൽ വെക്കുക. നമ്മൾ തെറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അസൂയയില്ല, കുശുമ്പില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ പോലും സന്തോഷിക്കാൻ സാധിക്കും. നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്ത് വെക്കണം. മറ്റൊരാളും വിചാരിച്ചാൽ നമ്മളെ നശിപ്പിക്കാൻ സാധിക്കില്ല. നമ്മളെ സ്ട്രോങ് ആക്കി വെക്കണം. പ്രശ്നങ്ങളിൽ നിന്നും പാഠം പഠിക്കണം. മുന്നോട്ടേക്ക് ആക്ഷൻ എടുക്കണം. നമ്മളെ സ്നേഹിക്കുക. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം. ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം. ആരെയും വേദനിപ്പിക്കരുത്. ഓരോ നിമിഷവും മൈൻഡ്ഫുൾനെസ്സിൽ ഇരിക്കുക. ഈ നിമിഷത്തിൽ ജീവിക്കുക. നമ്മൾ ഒരു ഹ്യൂമൻ മാഗ്നറ്റാണ്. നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയണം. നമുക്ക് വേണ്ടി ജീവിക്കണം. നമ്മൾ എന്ന വ്യക്തിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം. നമ്മൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കണം. സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും. നല്ല ഉറക്കം ലഭിക്കും. നമുക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യുക. നമ്മൾ എന്ന വ്യക്തിയെ ഇംപ്രൂവ് ആക്കി വെക്കുക. നമ്മളെ സ്നേഹിക്കുക. താങ്ക് യു.